Yes, good afternoon. Good afternoon, sir. Good afternoon, Good sir. afternoon, sir. Yes, Good afternoon, sir. Good afternoon. yes. Okay, good afternoon. Good afternoon, sir. Okay, good afternoon. How are you? Fine, sir. Fine, sir. Fine, sir. How's you, sir? Okay. Yes. Okay, let us start. Sir, English Yes, sir. Okay. അപ്പൊ ഇന്ന് നമ്മള് Sir, English. yes പറയൂ. English അല്ലേ? ഇംഗ്ലീഷ്. Okay. Yes. Yes. Okay. അപ്പൊ ഇന്ന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോ വീഡിയോ കാണുന്നില്ലേ? കാണുന്നുണ്ട്, സർ. യെസ് ഷൂട്ട് ചെയ്യണോ? ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സോ അപ്പൊ ഇത് നമ്മള് യൂണിറ്റ് 16 റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. യൂണിറ്റ് 16 റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോ ഇതിന്റെ അകത്ത് ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറിയുടെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റോറിയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വേണ്ടത് ആ സ്റ്റോറിയുടെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു നൗ. Okay, you can see the one page. Develop the following hints into a readable story. Give your story a suitable title. കണ്ടായിരുന്നോ? കാണുന്നില്ലേ? യെസ്. യൂണിറ്റ് 16 ഓക്കെ. Develop the following hints into a readable story and give your story a suitable title. Okay. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കും ചെറിയ ക്ലാസ് മുമ്പൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആവശ്യം വരും, മോണ്ടിസ്റ്റോറി അധ്യാപകർക്ക് ഇത് ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാവനയാണ് ഇവിടെ അത് വേണ്ടത്. അപ്പൊ ഓരോ സ്ഥലത്ത് നമ്മൾ ഈസോ വാസോ ചേർത്ത് പൂരിപ്പിക്കുക എന്നുള്ളതല്ല, ഓരോ സ്ഥലത്തും ഒന്നോ രണ്ടോ സെന്റൻസുകൾ നമ്മൾ ആഡ് ചെയ്ത് അത് നല്ലൊരു സ്റ്റോറി ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ഓക്കെ, യെസ്. അപ്പോ ആരെങ്കിലും ഒരാളതൊന്ന് വായിക്കുക. ഫസ്റ്റ് എ ഫാർമർ ആർ എ പെയിന്റർ. ഓക്കെ അഖില വായിച്ചോളൂ. ഒരു മിനിറ്റ്. അഖില വായിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യ്. കേൾക്കാമോ, സർ? Okay. You start with this. Okay. Okay, sir. Good afternoon. Good afternoon. A farmer and a painter dash work in forest. Dash Okay. hear a bear coming. Dash Okay. trembles with fear. Dash Okay. farmer climbs tree and hide. Dash painter falls flat as if dead. Dash Okay. the bear sniff. Dash Okay. think dead. Dash go Okay. away. Dash farmer Yes. comes down. Dash asks Okay. what the bear say. Dash never to make friend with one. Dash run away. Dash when friend in danger.
Run away. Danger. Okay, okay. Madhya, Story sir. പിടികിട്ടിയ വായിച്ചു കഴിഞ്ഞപ്പോ okay, okay, മതി, മതി, മതി. Okay, okay, okay. Very good, very good. ഈ സ്റ്റോറി Start with പിടികിട്ടിയോ friend is വായിച്ചു കഴിഞ്ഞപ്പോ? ഇതെന്താണ് ഈ കഥയെന്നോട് പിടികിട്ടിയോ? യെസ്, മനസ്സിലായല്ലേ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ വിനിത എന്താണ് ഈ കഥ എന്ന് പറഞ്ഞേ? യെസ്, ക്യാൻ യു ടെൽ ദി സ്റ്റോറി? യെസ്, പറഞ്ഞോളൂ. Friend indeed is a friend in need. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അതാണ് അതിന്റെ ഓക്കെ, റെഡിയാണ്, പറഞ്ഞോളൂ. യെസ്, വിനിത പറഞ്ഞോളൂ. What is the story? The story is about two friends, Okay. but when a bear came, they not help the other one. Okay. So this story is meaning that a friend indeed is a friend in need. A friend which not helping when we are trouble, not Okay. believe in him. ശരിയാണ്. അപ്പൊ ഒരു ഫാർമറും ഒരു പെയിന്ററും കൂടി യാത്ര ചെയ്യുന്ന കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കഥ പിടികിട്ടി കാണുമെന്നറിയാം. ഒരു ഫാർമറും പെയിന്ററും കൂടി പോകുന്നു. ഒരു ബിയറിന്റെ ശബ്ദം, ഒരു കരടി വരുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഫാർമർ ഓടി ഒരു മരത്തിന്റെ മുകളിൽ കയറുന്നു. മറ്റേ പെയിന്റർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം താഴെ നിലത്ത് മരിച്ചതുപോലെ കിടക്കുന്നു. ബിയർ വന്ന് അദ്ദേഹത്തെ ഒന്ന് മണത്തൊക്കെ നോക്കുന്നു, തിരിച്ചു പോകുന്നു. ഒന്നും ചെയ്യാതെ തിരിച്ചു പോകുന്നു. ബിയർ പോയി കഴിയുമ്പോൾ ഫാർമർ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പെയിന്ററോട് ചോദിക്കുന്നു, ആ ബിയർ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പോ പറയുന്നു, ഒരു അപകടം വരുമ്പോ സഹായിക്കാത്ത സുഹൃത്തുക്കളുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ ബിയർ പോയത് എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് സംഭവം സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത്, അപ്പൊ കഥ പിടികിട്ടി. Now we have to give a suitable title to the story. ഇതിന് നമുക്കൊരു സൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കണം. Can you give a suitable title to the story? Yes, ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ പറഞ്ഞോളൂ. Can you give a suitable title to the story? ഇതാരുണ്ടത്? Can you give a title to the story? കേൾക്കുന്നില്ലേ പറയണത്? Bear and two friends. Okay. Bear and two friends by Kirti. Yes. Okay. നേരത്തെ പറഞ്ഞത് വേണമെങ്കിൽ പറയാം, a friend in need, a friend indeed. Okay. Painter and the farmer, two friends and a bear, helpless friends. Okay. Again. Real friend. Real friend. Okay, okay, real friend. Okay. Yes. Okay. A farmer or a painter and be Sabu. Yes. Okay, okay, okay. Okay. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റില് പറഞ്ഞ മനസ്സിൽ ആലോചിച്ച് വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ലൈൻ പൂരിപ്പിക്കാൻ. നല്ല കരടി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 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 ഓക്കെ. അപ്പൊ ഡോണ്ട് ബിലീവ് ഹെൽപ്ലെസ് ഫ്രണ്ട്സ്, എ ക്ലവർ പെയിന്റർ. ഓക്കെ, ഓക്കെ. ഓക്കെ. ശരി. സബീന, ഷബീന. അപ്പോ ഷബാന. ഓക്കെ. ഷബാന തന്നെ വരൂ. ഷബാന. ഓക്കെ, ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഷബാനെ വിളിക്കുകയാണ്. ഓക്കെ, ഷബാന, എ ഫാർമർ ആൻഡ് എ പെയിന്റർ. ഞാൻ നോട്ട് വായിക്കാനെ. ഡാഷ് വാക്ക് ഇൻ ഫോറസ്റ്റ്. അവിടം വരെ ഒന്ന് പൂരിപ്പിച്ച്. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂരിപ്പിച്ചു. എ ഫാർമർ ആൻഡ് എ പെയിന്റർ ഡാഷ് വാക്ക് ഇൻ ഫോറസ്റ്റ്. Where? Flow.
Where? Slowly. Okay. A farmer and Slowly walk. പൂരിപ്പിച്ചോ? R വരൂല്ലേ സാർ? Yes. ഒന്നില്ലെങ്കിൽ വേറെ വരും അല്ലെങ്കിൽ ആറ് വരും. Where or R. Okay. പൂരിപ്പിച്ചോ? അപ്പൊ Day വരൂലേ? അല്ല, ഫാർമർ ആൻഡ് പെയിന്റർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ദേ വേണ്ട. Okay. ഓക്കെ രണ്ടുപേരും വന്നു. ആദ്യത്തെ ഒരു പ്രാവശ്യം നമുക്ക് രണ്ടുപേരുടെ പേര് പറയണം. പിന്നീട് ദേ പറഞ്ഞു പോയാൽ മതി. ഓക്കെ. യെസ്, നമുക്ക് എപ്പോഴും നിങ്ങൾ ഒന്ന് ബിൽഡപ്പ് ചെയ്യും കേട്ടോ. രാവിലെ കണ്ട് ഉണരട്ടെ കേട്ടോ. നമ്മളിപ്പോ ഒരു സിനിമ തന്നെ കാണുകയാണെങ്കിൽ നായകനെ പെട്ടെന്ന് അങ്ങനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സംവിധായകനില്ല, ആദ്യം തന്നെ നായകനെ കുറിച്ച് ഉപനായകനെ കൊണ്ട് 2-3 ഡയലോഗൊക്കെ പ്രയോഗിക്കും. ഇന്നതാണെന്നൊക്കെ പ്രയോഗിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എ ഫാർമർ ആൻഡ് പെയിന്റർ വേർ വാക്കിംഗ് ഇൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് അത് പെട്ടെന്ന് അവസാനിപ്പിക്കാതെ അതൊന്ന് അതിന്റെ ഇടയിൽ 2-3 സെന്റൻസ് കൂടെ ആഡ് ചെയ്യും. യെസ്, സഫിയ പറഞ്ഞു എ ഫാർമർ ആൻഡ് എ പെയിന്റർ ഓക്കെ. കണ്ട, നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് 2-3 സെന്റൻസ് ആഡ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് അത് പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ ദിവ്യ, യു ട്രൈ. ധൈര്യമായിട്ട് ശ്രമിച്ചു. A farmer and a painter lived in a village. They are thick friends. Okay. അവർ ഒരുമിച്ച് താമസിക്കുന്നവരായിരുന്നു, അടുത്ത് താമസിക്കുന്നവരായിരുന്നു, അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. They were good friends. അത് നമ്മൾ ആഡ് ചെയ്തു. Every time they go together for their work. Okay. And one day they walk in a forest for their work. Okay. One day they walk in the forest. Okay. One day they were walking through in the forest. Okay. അടുത്ത സെൻറ്റൻസ് നോക്കി. Hear the bear coming. അതിന്റെ ഇടയിൽ നമുക്ക് 2 സെന്റൻസ് ആഡ് ചെയ്യാൻ പറ്റും. യെസ്, എങ്ങനെ ആഡ് ചെയ്യാം? Suddenly they saw a bear coming towards them. Okay. ഒരു മിനിറ്റ് നോക്കട്ടെ. Suddenly they saw the bear. അപ്പൊ ബിയർ പെട്ടെന്ന് ബിയർ അവിടെ നിൽക്കട്ടെ. ഞാനൊരു ക്ലൂ. Suddenly they hear a sound. സൗണ്ട് കേട്ടു. അവരൊന്ന് ചുറ്റും നോക്കി. അത് കഴിഞ്ഞ ശേഷം അവരെന്ത് കണ്ടു? They looking around. They looked around. അത് കയ്യിൽ നിന്ന് പോരട്ടെ. Okay. ബിൽഡപ്പ്. But the other boy did not see the bear. Okay. Did not identify the sound. Okay, very good. എന്താണ് പിടികിട്ടിയത്? Okay, very good. The one man started walking through the jungle for searching for where is the sound is coming from. Okay. Then they saw a bear coming and towards them. Okay. They saw a bear coming towards them. Okay, അപ്പൊ നമ്മൾ അത്രയും വരെ. അപ്പൊ 2 ഡാഷ് ഇപ്പൊ ഫില്ലായി. ഇനി അടുത്തത് ഡാഷ് ട്രെംബിൾസ് വിത്ത് ഫിയർ എന്നാണ്. ഭയം കൊണ്ട് അവര് വിറച്ചു. ഇനി വേറൊരാൾ പറഞ്ഞാണെങ്കിൽ അവിടെ ഫിറ്റ് ചെയ്തേ. അടുത്തൊരാള്. എന്ത് സാറേ മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞു. അതായത് 2 ഡാഷ് ഇപ്പൊ കഴിഞ്ഞു. 3ാമത്തെ ഡാഷ് ഇവിടെ നമ്മൾ വരികയാണ്.
ട്രെമ്പിൾ വിറയ്ക്കുക. സഫിയനെ പറഞ്ഞു. ട്രെമ്പിൾ വിറയ്ക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്, രണ്ടുപേര് വന്നു, അവര് ശബ്ദം കേട്ടു, ചുറ്റും നോക്കി, അപ്പോൾ ബിയർ വരുന്ന അവര് കണ്ടു. യെസ്. They stirred when they saw the beer. They were trembled. Okay. Beer is coming towards them and rowing. Okay. Yes. Okay. ശരിയാണ്, എഴുതിയതൊക്കെ കറക്റ്റ് ആണ്. Okay. യെസ്. ഇനി നിങ്ങൾ ആ സിറ്റുവേഷൻ ആലോചിക്കുക. അതിന്റെ അകത്ത് ആ പെയിന്റർ നിങ്ങളാണ് ആലോചിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചിന്തിച്ച്, യു ആർ ദ പെയിന്റർ. റിയലായിട്ട് നിങ്ങൾ ചിന്തിക്കും. Beer വരുന്നു, what you will do? Yes, അങ്ങനെ ചിന്തിച്ചേ. You are the. They are trying to run away. Okay. അപ്പൊ നമുക്ക് ഇവിടെ പറയാം, the painter ഓടാൻ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹത്തിന് ഓടാൻ കഴിഞ്ഞില്ല. കാരണം കഥ മുന്നോട്ട് പോകണമെങ്കിൽ അയാളോട് ഓടാണ്ട് നിൽക്കുന്നല്ലോ. Yes. Okay, sir. Yes. The painter got an idea. Painter got an idea. Okay. Trying to climbing tree. പെയിന്റർക്ക് ഐഡിയ വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഈ ഫാർമറിന്റെ മുകളിൽ കയറണം. അത് കഴിഞ്ഞ് ഫാർമറിന്റെ മുകളിൽ കയറ്റി കഴിഞ്ഞെങ്കിലാണ് പെയിന്ററുടെ ഐഡിയ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ ഞാൻ Suddenly farmer saw a tree. He suddenly climbed on that tree. ഓക്കെ. ഞാനൊരു ചാൻസ് അങ്ങനെ ഇടുകയാണ്. അവിടെ നിന്ന് ബിയർ വരുന്നു, ഫാർമർ അത് കാണുന്നു, അതിനോടൊപ്പം തന്നെ നമ്മുടെ പെയിന്ററും കാണുന്നു. അപ്പൊ അവര് രണ്ടുപേരും ചോദിച്ചു, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്ന് അതിലൊരാൾക്ക് വേണമെങ്കിൽ ചോദിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് പറയാല്ല. ദ പെയിന്റർ ആസ്ക്ഡ് ദ ഫാർമർ ഹൗ ക്യാൻ ബി എസ്കേപ്പ് ഫ്രം ദി സിറ്റുവേഷൻ. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? അപ്പൊ ഫാർമർ വേണമെങ്കിൽ How can we overcome this situation പറഞ്ഞോളെ സർ? ഓക്കെ. ഓവർകം ദി സിറ്റുവേഷൻ. അപ്പൊ വേണമെങ്കിൽ ഫാർമർ പറയാം, എന്ത് പറയാം, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, നീ നിന്റെ കാര്യം നോക്കിക്കോ, അല്ലെങ്കിൽ നീ നിന്റെ വഴി നോക്കിക്കോ എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഫാർമർ ഉടൻ തന്നെ അതിന് മറുപടി പറയാതെ ഏറ്റവും അടുത്ത് കണ്ടൊരു മരത്തിന് മുകളിലേക്ക് കയറി. യെസ്. ഓക്കെ. കീർത്തി പറഞ്ഞ പോലെ ദ ഫാർമർ ക്ലൈംബ്ഡ് ദ ട്രീ. ഓക്കെ. ഫാർമർ മരത്തിന് മുകളിലേക്ക് കയറി. നാലാമത്തെ ഡാഷ് ഫില്ലായി. ഓക്കെ. പെയിന്റർ കയറിയോ മുകളിലേക്ക്? No. അപ്പൊ നമുക്ക് But farmer does not know climbing trees. ഫാർമർ ആണ് മുകളിൽ കയറിയത്. ഫാർമർ അല്ല, സോൾജർ അല്ല, പെയിന്റർ. ഓക്കെ. അത് വേണമെങ്കിൽ നമുക്ക് വേറെ രീതി പറയാം. പെയിന്റർക്ക് മരം കയറാൻ അറിയില്ലായിരുന്നു പറഞ്ഞു. Painter does not know climbing. യുവർ നെയിം പറഞ്ഞേ. അമൃത. ഇതവിടെ നിൽക്കട്ടെ. ഞാൻ വേറെ സെന്റൻസ് പറയാം. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. ഇംഗ്ലീഷിൽ പറഞ്ഞു. I do not. എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. ഇംഗ്ലീഷിൽ പറഞ്ഞു. അറിയാമെന്നാണ് സാറേ. I know make that way. Tea. Okay. I know how to make tea. അതാണ് കറക്റ്റ്. അതല്ല, എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും ഓക്കെ, അങ്ങനെയാണല്ലേ. ഓക്കെ. കറക്റ്റ് പറയുമ്പോൾ ഐ നോ ഹൗ ടു മേക്ക് ഇറ്റ്. എനിക്ക് How to make tea. അത് തന്നെ ആ സംഗതി തന്നെ ഇവിടെ കൊണ്ടുവരാം. അതായത് എങ്ങനെ മരത്തിന്റെ മുകളിൽ കയറണമെന്ന് ആർക്കറിയില്ലായിരുന്നു? പെയിന്റർക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ. I don't know. Painter does not painter doesn't know to climb. Painter doesn't know how to climb a tree. Climb the tree. എങ്ങനെ മരത്തിൽ? അപ്പൊ പെയിന്റർ did not know how to climb the tree. എങ്ങനെയാണ് മരത്തിന്റെ മുകളിലേക്ക് കയറുന്നത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഓക്കെ, അത് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ.
ഇനി നിങ്ങളുടെ ഇത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറൊരു സെന്റൻസ് കൂടെ അവിടെ ആഡ് ചെയ്ത് ആ സിറ്റുവേഷന് പറ്റിയ സാധനം കൂടി. നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാനൊരു സാധ്യത അങ്ങനെ നിങ്ങൾ എപ്പോഴും സിറ്റുവേഷൻ ഉണ്ടാക്കി. നമ്മൾ ഈ കഥ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നുണ പറയുക എന്നുള്ളതാണ്. നമ്മളിപ്പോ പൂച്ചയും പട്ടിയും കുറുക്കനും ഒരുമിച്ച് നടക്കാൻ പോയി, അവര് ഒരു പുഴയുടെ സമീപത്തെത്തി, അവര് പുഴയിലേക്ക് നോക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇത് ഒരിക്കലും നടക്കില്ല, ഇതൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മളത് കേൾക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ വിചാരിച്ച് അതുപോലെ ചിന്തിച്ചിരിക്കില്ലേ. ഒരു നല്ലൊരു നുണയാണ് ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളത് ബിൽഡപ്പ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് കൂടി പറയാം, സാധ്യതകൾ എടുക്കുകയാണ് ഈ പെയിന്ററിന്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. ആ സഞ്ചി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ആ പെയിന്റർ ഒരു ഡെഡ് പോലെ കിടക്കാനായിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ മരിച്ചതുപോലെ കിടക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇഷ്ടമുള്ള സാധനം കയ്യിൽ കൊടുത്തോ, സംഗതി ബിൽഡപ്പാണ്. ഓക്കെ, പറഞ്ഞോളൂ. അത് ഞാൻ പറഞ്ഞതാണ്, ഐഡിയ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. സാന്ദ്ര പറയുന്നത് ഐഡിയ. ഓക്കെ, അപ്പൊ അവന് പെട്ടെന്ന് ഒരു ഐഡിയ തന്നു. സാന്ദ്ര അടുത്ത സെന്റൻസ് പറഞ്ഞോളൂ. ഗോട്ട് ആൻ ഐഡിയ. യെസ്. Then he got an idea. He think that bear does not eat a dead person or dead meal. Okay. Bear does not eat a dead person. Okay. Okay. Then he falls flat at the ground. As if dead. അല്ലേ? Yeah. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഡാഷ് ഫില്ല് ചെയ്തു, രണ്ടാമത്തെ ഡാഷ് ഫില്ല് ചെയ്തു, മൂന്നാമത്തെ കഴിഞ്ഞു, നാലാമത്തെ കഴിഞ്ഞു, അഞ്ചാമത്തെ കഴിഞ്ഞു, ഇനി ആറാമത്തിലോട്ട് വരണം. ഇനി അടുത്ത ആറാമത്തെ ഡാഷ് കഴിഞ്ഞിട്ടുള്ള നോക്കിയേ, ബിയർ സ്നിഫ്. സ്നിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ മണത്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങളുടെ ഭാവനയില് നിങ്ങളൊന്ന് കാണുക, പുള്ളി ഡെഡ് പോലോടെ മരിച്ചത് പോലോടെ കിടക്കുന്നു, ബിയർ വരുന്നു. മണത്ത് നോക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എന്തെങ്കിലും ഒരു രണ്ട് സെന്റൻസ് പറയാം, അവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മണത്ത് നോക്കുന്നതിന് തൊട്ട് മുമ്പ് നടക്കാൻ സാധ്യതയുള്ള രണ്ട് സെന്റൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. The bear come closer to the painter. Okay, so bear comes closer to the painter. Okay. The farmer said, get a fun. The painter hide on the back of the tree first. Bear walked around. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പെയിന്റർ മരിച്ച പോലെ കിടന്നു പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ The painter hold his breath. ഉറങ്ങാൻ പറ്റുമോ സഫിയ? The painter hold her breath. The bear walk around the painter. That is very good. Okay, ബിയർ അവിടെ വന്നു, ആ ബിയർ ഈ പെയിന്റിന്റെ ചുറ്റൊന്നും നടന്നു. വെരി ഗുഡ്. ഓക്കെ. മണക്കുന്നതിന് മുമ്പ്. ഓക്കെ, അതിന് മുമ്പ് കീർത്തി, സംഭവം നടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് ബിൽഡപ്പ് ചെയ്യണം. നമ്മള് ഈ കഥ ഒന്ന് ബിൽഡപ്പ് ചെയ്യണം. പെട്ടെന്ന് ഓക്കെ, അപ്പൊ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇയാളെങ്ങനെയായിരിക്കും കിടക്കുക? ഈ പെയിന്റർ കണ്ണുകളൊക്കെ ഇറുക്കി അടച്ച് കിടക്കിയിരിക്കില്ലേ? അപ്പൊ അതൊന്നും പറഞ്ഞേ. The painter was very scared. The painter tightly closed his eyes. Tightly closed his eyes. Okay, അപ്പൊ അത്ര രണ്ട് സെന്റൻസ് അവിടെ ആഡ് ആയി. ഇനി നമുക്ക് വേണമെങ്കിൽ സ്നിഫിലോട്ട് വരാം. ഓക്കെ, പറഞ്ഞോളൂ. അടുത്ത വരി പറയാം. The bear came near to him and Then the bear closely come to the painter, sniffed him. പറഞ്ഞോ, ഇത് ശരിയാണ്. ബാക്കി പറഞ്ഞു. The bear thought that the man was dead. The man was dead. Okay. വെരി ഗുഡ്. ഇനി അടുത്ത ഡാഷിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി അവിടെ പറയാം.
ഈ ബിയർ ഇങ്ങനെ വന്ന് മണത്ത് നോക്കുന്നെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ മുകളിലിരിക്കുന്ന ഫാർമർ വിചാരിച്ചത് ബിയർ ഈ പെയിന്ററോട് എന്തോ ചെവിയിൽ സംസാരിക്കുകയാണെന്നാണ്. ഓക്കെ, അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. എന്ത് സാറേ, ഒന്നുകൂടെ പറഞ്ഞേ സാറേ. അതായത് ബിയർ വന്ന താഴെയുള്ള പെയിന്ററിനോട് വന്ന് മണത്ത് നോക്കിയപ്പോ മുകളിലിരിക്കുന്ന ഫാർമർ വിചാരിച്ചത് ബിയർ പെയിന്ററോട് ചെവിയിൽ എന്തോ സംസാരിക്കുകയാണ് എന്നാണ് പുള്ളിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യം പറയാം, ഇത് താഴെ നടക്കുന്ന സംഭവങ്ങളെല്ലാം മുകളിൽ ഇരുന്നുകൊണ്ട് ആര് കാണുന്നുണ്ടായിരുന്നു? ഫാർമർ കാണുന്നുണ്ടായിരുന്നു. അതാദ്യം പറയാം. ഫാർമർ ഇങ്ങനെയാണ് ചിന്തിച്ചത്. യെസ് യെസ് യെസ്, ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ, അത് ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. ശരിയാണത്. കറക്റ്റ് വാക്കണം, വിസ്പർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമുക്ക് പറയാം, ദ ഫാർമർ വാസ് വാച്ചിങ് ഓൾ ദീസ് തിങ്സ്. എല്ലാം ഫാർമർ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഹി തോട്ട്, അവൻ ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? ബിയർ വാസ് വിസ്പറിംഗ് ടു ദ ഇയർ ഓഫ് ദി പെയിന്റർ. പെയിന്ററിന്റെ ചെവിയിൽ എന്തോ പറയുന്നത് പോലെയാണ് ഫാർമർ മുകളിൽ നിന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചത്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നോക്കിയേ, ഗോ എവേ. ഗോ എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ബിയർ ഓടിപ്പോയി എന്നാണ്. ആ സെന്റൻസ് ഒന്ന് പറഞ്ഞേ. The bear thinks Beer ran away. the painter is dead. ഓക്കെ 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 ഓക്കെ. The bear thinks that the man was dead, then he go away. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ഡാഷിന് ശേഷമുള്ളത് നോക്കി, ദ ഫാർമർ കംസ് ഡൗൺ. ഫാർമർ എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. പെട്ടെന്ന് അയാളെ താഴേക്ക് ഇറക്കരുത്. ഒരു 2 സെന്റൻസ് അവിടെ ഒന്ന് ആഡ് ചെയ്ത്. ബിയർ പോയി, മുകളിൽ നിന്ന് താഴേക്ക് അദ്ദേഹത്തെ ഫാർമറിനെ ഇറക്കണ്ട പെട്ടെന്ന്. ഒരു 2 സെന്റൻസ്. I seeing that the bear has gone. ഓക്കെ, അത് പറയാം. ബിയർ പോയി എന്ന് ഉറപ്പായതിനു ശേഷം. ഓക്കെ, വെരി ഗുഡ്. The farmer comes down and asks his friend what was he whispered to him. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഫാർമർ താഴേക്ക് ഇറങ്ങുന്നു. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഫാർമർ Come down into the ground and ask the painter what the bear said to you. ഓക്കെ ഓക്കെ, സെറ്റ് ടു ഹിം. നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് ആവുമ്പോ സെറ്റ് ടു ഹിം എന്ന് പറയാം. ഓക്കെ 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 ഓക്കെ. The farmer is wanted. The farmer is wanted because the bear is not attack the painter. ഓക്കെ ഓക്കെ, ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കേട്ടാ, അതാണ് അങ്ങനെ വരട്ടെ. അതായത് ഫാർമർ നോക്കിക്കഴിഞ്ഞപ്പോ ബിയർ പെയിന്റർ അറ്റാക്ക് ചെയ്യുന്നില്ല. വെരി ഗുഡ്. പിന്നെ And he know the bear is ചെവിയിൽ എന്താ പറഞ്ഞെന്ന് ആൾക്കറിയാൻ ഒരു ആഗ്രഹം. ശരി, വിസ്പർ ഇൻ ദ ഇയർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആ ഒരു ചിന്ത കൊള്ളാം. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. Meanwhile, the bear thought that the man was dead and bear go to a forest. Okay 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 okay. Ready ആണ്. After confirming that the farmer, the bear has gone, quickly came down. Okay okay, അഖില ശരിയാണ്. ഷെരീഫ് ശരിയാണ്. ഓക്കെ, ശരിയാണ്. Farmer is near the painter and he asked to the bear what did the bear say to him? എന്താണ് ബിയർ അവനോട് പറഞ്ഞതെന്ന് ചോദിച്ചു. ഓക്കെ, റെഡിയാണ്. ഇനി നോക്കിയേ, നെവർ മേക്ക് ഫ്രണ്ട്സ് വിത്ത് വൺ. ഒരിക്കലും സുഹൃത്തുക്കളാക്കരുത്. പിന്നെ ഡാഷ് ഉണ്ട്, എന്നിട്ട് റൺ അവേ. യെസ്, എന്താണ് പറഞ്ഞത്? The bear advised me not to believe. The bear advised me not to believe a false friend. Not to believe a false friend. False friend.
ആ അടുത്ത വേറെ രീതി പറഞ്ഞു. The farmer come down from the tree. Okay. അടുത്ത ആളെ പറഞ്ഞോളൂ. ഒറ്റയ്ക്ക് അപകടം വരുന്ന ടൈമിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്ന ഫ്രണ്ട്സിനെ വിശ്വസിക്കരുത്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ് കറക്റ്റ് ആണ്. അപകടം എന്ന് പറയുന്നത് ഡേഞ്ചർ. എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തനിയെ. അതൊക്കെ കൂടി വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി. വിശ്വസിക്കരുത് എന്നുള്ളതിന് ബിലീവ്. അപ്പൊ ഡോണ്ട് ബിലീവ്. ബിലീവുകളൊക്കെ alone with danger. The dear said, never to use friends, not believe the friend. Friend is in danger. Okay. Who run away when the friend is in danger? Okay. Good friends did not leave alone in danger situation. Okay. Sharif. The bear said that to me that don't believe cheating friends. Okay. The farmer replied that don't believe the friend who run away in danger. Okay. Do not make friends with not help in danger. Never to make friends with anyone. Okay. റെഡിയാണ്. ഓക്കെ. ഡോണ്ട് ബിലീവ് അലോങ് വിത്ത് ഡേഞ്ചർ സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് പറയാം the bear whispered that not trust a friend who run away in danger. ഓക്കെ. അപകടം വരുമ്പോൾ ഓടിപ്പോകുന്ന സുഹൃത്തുക്കൾ വിശ്വസിക്കരുതെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഓക്കെ. റെഡിയാണ്. അപ്പൊ അത് കഴിഞ്ഞു. ശരി. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. ഇവിടെ നമ്മള് ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും ഇങ്ങനൊരു മീഡിയത്തിൽ കൂടി പഠിപ്പിക്കുന്നത് കൊണ്ടുമാണ് ഈ രീതിയിൽ പറയേണ്ടി വന്നത്. ഇനി നിങ്ങൾ ഒരു അധ്യാപികയാണെന്ന് വിചാരിച്ചു, ഇതുപോലെ ഒരു ക്ലാസ് കുട്ടികളെ ഡാഷിട്ട സ്ഥലത്ത് പൂരിപ്പിച്ച് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രീതി, കാരണം ചെറിയ ക്ലാസ്സിലെ കുട്ടികളാകുമ്പോൾ നിങ്ങളത് പഠിപ്പിക്കേണ്ട കഥ ഒരു 10 സെന്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതി വിചാരിക്കും. 10 സെന്റൻസ് ആയിട്ട് നിങ്ങൾ ബോർഡിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ഓക്കെ നെവർ ട്രസ്റ്റ് എനിവൺ. ഓക്കെ റയാന ആ 10 സെന്റൻസ് നിങ്ങൾ ബോർഡിൽ എഴുതിക്കൊണ്ട് ആ ചെറിയ കുട്ടികളെ കൂടെ നിങ്ങൾ വായിപ്പിക്കുന്നു. അവരത് മനോഹരമായിട്ട് വായിക്കുന്നു. ആ 10 കഥ നിങ്ങൾ എഴുതിയിട്ടേക്കുന്ന 10 വാചകം 10 സെന്റൻസ് ആയിട്ട് അത് ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പറയുന്നത് ടീച്ചർ ഇത് ചെയ്യാൻ പോകുന്നത് എല്ലാ സെന്റൻസിന്റെയും ആദ്യത്തെ വാചകം മാറ്റി കളയാൻ പോകും. എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ വേർഡ് എല്ലാ സെന്റൻസിന്റെയും ഫസ്റ്റ് വേർഡ് മാത്രം മാറ്റി കളഞ്ഞതിന് ശേഷം കുട്ടികളോട് പറയാം. അപ്പൊ ഒരു വാക്കല്ലേ പോയിട്ടുള്ളൂ, അവരത് റിവൈൻഡ് ചെയ്ത് പറയും. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ചു നേരം എല്ലാവരെയും കൂടെ അതുപോലെ വായിപ്പിച്ചതിന് ശേഷം ഓരോ സെന്റൻസിനെയും രണ്ടാമത്തെ വേർഡ് മാറ്റി കളയാം. രണ്ടാമത്തെ വേർഡ് മായ്ച്ചു കളഞ്ഞിട്ട് വീണ്ടും കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പോഴും കുട്ടികൾ പറയും. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് പറയാനായിട്ട് ടീച്ചറിന്റെ സപ്പോർട്ട് വേണ്ടി വന്നാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ആ കുട്ടികൾ പറയും. പിന്നെ മൂന്നാമത്തെ വേർഡ് ഓരോ സെന്റൻസുകളിലെയും മൂന്നാമത്തെ വേർഡും കൂടി മായ്ച്ചു കളയുക. ലാസ്റ്റ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ബോർഡ് കംപ്ലീറ്റ് മാച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് കഥ പറയാൻ പറഞ്ഞാൽ അവര് കൃത്യമായിട്ട് പറയും. അപ്പൊ ആ രീതിയിലായിരിക്കണം നിങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. കാരണം ഇവിടെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോഴും ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. ആദ്യം എഴുതി മുഴുവൻ പറഞ്ഞിട്ട് ഒരു വാചകം വെട്ടിക്കളഞ്ഞിട്ട് അവനെ കൊണ്ട് പറയിപ്പിച്ചു, മോളെ കൊണ്ട് പറയിപ്പിച്ചു, 2 വാചകവും വായിച്ചു കളഞ്ഞതിന് ശേഷം വീണ്ടും പറയിപ്പിച്ചു. അങ്ങനെ വന്നു കഴിയുമ്പോൾ അറിയാണ്ട് കുട്ടി അതങ്ങോട്ട് മുഴുവനായിട്ട് പഠിച്ചു. അല്ലാതെ നമ്മൾ മുഴുവനായിട്ട് കൊടുത്തിട്ട് പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടി പഠിക്കില്ല എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട കേസ്. ഓക്കെ. അപ്പോ ഈ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ അധ്യാപികയാവുമ്പോൾ അങ്ങനെ ചെയ്യാവൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ വിദ്യാർത്ഥികളായിട്ടുള്ള സഹ അധ്യാപികമാരായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. യെസ്. ഇനി നമുക്ക് വേണമെങ്കിൽ 1-2 പഴഞ്ചൊല്ലുകൾ നിങ്ങൾക്കറിയാവുന്ന പ്രോവർബ്. അപ്പൊ ഈ സ്റ്റോറി ഇതിനകത്ത് ഒരു ചോദ്യം വരുന്നത്, ഒരു സ്റ്റോറി തരും. ആ സ്റ്റോറിയുടെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യന് മറുപടി എഴുതുക എന്നുള്ളതായിരിക്കും വേണ്ടി ചോദ്യം വരിക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പോ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദിക്കാം. Who went for work? Who went for work എന്നുള്ളത് ആരൊക്കെയാണ്? Who went for work?
farmer and painter. The farmer and the painter. The farmer and the painter went for the work. Yeah, this is Jodhika. Where did they go for a walk? Where? First is forest. They walk Forest. in the forest. They went to the forest. Okay. They went to the forest. Okay. Very good. Then, what did they hear? എന്താണ് അവർ അവിടെ കേട്ടത്? What did they hear? Deer sound. Deer Sound. A scared sound. Okay. Sound. ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. What did they do then? അപ്പോൾ അവരെന്ത് ചെയ്തു? What did they do then? അപ്പോൾ അവരെന്താണ് ചെയ്തത്? Try to They are escape. scared. Farmer climbed a tree and painter was flat in bed. They Okay. try to escape from bear. Okay. ശരിയാണ്. Okay. അപ്പോ ഇതേപോലെയുള്ള they frightened. Okay, they frightened. ശേഷം they tried to escape. രണ്ട് മാർഗത്തിലൂടെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ഓക്കെ, അപ്പോ ഓക്കെ, അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ പറയാം. ഇപ്പോ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. ഒരിക്കലും ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈസോ വാസോ ചേർത്തിട്ട് പറയുന്നത് എപ്പോഴും നിങ്ങൾ ആ സ്റ്റോറി ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അതിന്റെ ഇടയിൽ 2-3 സെന്റൻസുകൾ ആഡ് ചെയ്ത് പോയില്ല. അപ്പൊ അത് കഴിയുമ്പോൾ സ്റ്റോറി നല്ല വലിയ സ്റ്റോറി ആയിട്ട് മാറും. ഓക്കെ, പിന്നെ മോണ്ടി സ്റ്റോറിയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ മെത്തേഡിലൂടെ തന്നെ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് അടുത്തൊരു കാര്യം പറയുന്നത്, ഇപ്പൊ ഇതിന്റെ അടിയിൽ നെക്സ്റ്റ് ആയിട്ടുള്ളത് ലെറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ലെറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2 രീതിയിലുള്ള ലെറ്ററുകൾ നമുക്കറിയാം. ഫ്രണ്ട്ലി ലെറ്റർ ഉണ്ട്, ഒഫീഷ്യൽ ലെറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഒരു ഫ്രണ്ട്ലി ലെറ്റർ നമ്മൾ എടുക്കുകയാണ്. ഫ്രണ്ട്ലി ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് യു നോ, നമ്മുടെ സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിന് നമ്മൾ എഴുതുന്ന കത്താണ്. വലതുവശത്ത് മുകളിലായിട്ട് നമ്മൾ സ്ഥലം എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിൽ ഡേറ്റ് എഴുതി, ഇടതുവശത്ത് നമ്മൾ ആരംഭിക്കുന്നു. നമ്മളിപ്പോ അയക്കുന്ന ആളുടെ പേര് മിനിക്കുട്ടി എന്നാണെങ്കിൽ ഡിയർ മിനിക്കുട്ടി നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഹോപ്പ് യു ആർ ഫൈൻ ദേർ, നിനക്ക് അവിടെ സുഖമാണെന്ന് കരുതുന്നു. ഐ ആം ആൾസോ ഫൈൻ ഹിയർ, എനിക്ക് ഇവിടെ സുഖമാണ്. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ, ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇനി ശ്രദ്ധിക്കുക. ഓക്കെ, ഈ കത്ത് ഇത് നിങ്ങൾക്ക് ഇല്ലേ? ഈ കത്ത് നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങി. ആ ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം അത് വളരെ ഭയങ്കരമാണ്. ആ സന്തോഷത്തിന്റെ പുറത്ത് നിങ്ങളുടെ ചങ്കായിട്ടുള്ള ഒരു ഫ്രണ്ടിന് നിങ്ങൾ ഒരു കത്ത് എഴുതുന്നു. കത്തിന്റെ കണ്ടന്റ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും അവരവരുടെ ഭാവന അനുസരിച്ച് പറയാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇനി വേണ്ട. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ, അവിടെ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, I am writing this letters. I am writing this letter to share my happiness to you. Okay. Today I am very happy because my son got full A+ on 10th. Okay. I wish to share my happiness to you also. Okay. I proud this moment. Okay. അപ്പൊ റംസീന, ഓക്കെ, റംസീന പറഞ്ഞോളൂ. I am writing this letter. അപ്പോൾ നേരത്തെ പറഞ്ഞത് I proud this moment. I am very happy. Okay. നിങ്ങളെ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. I conduct a party on my home. ഓക്കെ, അത് പറയാലോ. എന്റെ മകൻ ഓക്കെ, ഒരുപാട് സാധ്യതകളാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രാക്കിലൂടെ വരും. അതാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഒരുപാട് സാധ്യതകൾ ചിന്തിക്കും. ഒരുപാട് സാധ്യതകൾ. നിങ്ങളുടെ മകൻ മകള് പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ചിന്തിക്കും, അതങ്ങനെ റിയൽ ആയിട്ട് ചിന്തിക്കും. അപ്പൊ ഒരുപാട് സ്ഥലം നമുക്ക് വേണമെങ്കിൽ ഒരു പാട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് പറയാം, in connection with the celebration, I am conducting a party at my home.
അത് പറയല്ലോ. ഓക്കെ 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 ഓക്കെ. I want to give you a You will come my home for my party. ഓക്കെ 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 ഓക്കെ. You യെസ്, ശരിയാണ്, പറഞ്ഞോളൂ. അത് ഓക്കെ. ഇനി അടുത്തൊരാള് എന്റെ ബാക്കി പറഞ്ഞേ. യെസ്. I invite the party, you and your family. I invite you and your family. Okay. Yes. I invite you and your Okay. family to my party. You Okay, must okay. have to come. Okay, 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 okay. Yes. I conclude my letters. Ah. Hope you are coming. Okay, okay. Yes. I am writing to share very great joy. Okay. ഇനി അടുത്തൊരാള്. ഈ കത്തിന് കുറച്ചുകൂടി ഇപ്പോ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി I want to give a surprise party to my son. So Okay. you please help me for making that surprise party Okay. as well as great. Okay. Please come and proudly moment. Okay, okay, okay. I am writing this letter, share my happiness because you Okay. are my best friend. I share Okay. all my sadness and happiness. Oh, sadness and happiness. Then sadness പറയാൻ. Okay, പറഞ്ഞോ. Very good. Yes, പറഞ്ഞോളൂ. Actually, I made this party very surprise for my child. Okay. He's not my child is not know the party because very surprised. in the party. I am gifting a cycle for him. Okay. രണ്ടു മൂന്ന് സാധ്യതകൾ പറയുന്നു. നിങ്ങൾ ആ ഒരു ലൈനിൽ നിങ്ങൾ ആരും ചിന്തിക്കാൻ ആ വഴിക്ക് വരാത്തതുകൊണ്ട് ഞാൻ പറയണം. ഒരു പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ മൈ ഹാപ്പിനെസ്. ഓക്കെ, പിന്നെ എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ മൈ ഹാപ്പിനെസ്. എന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ആൾസോ കണ്ടക്ടിങ് എ പാർട്ടി. ഞാനൊരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. യു ആർ വെൽക്കം ആൻഡ് യു ഷുഡ് കം വിത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. യു ഷുഡ് കം വിത്ത് യുവർ ഫാമിലി. സഫിയ, അക്ഷ, ഓക്കെ, വരണമെന്ന് പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇനി അവനെ എന്ത് പഠിപ്പിക്കണം എന്നുള്ള ഞാൻ ചിന്തിച്ചുകൊണ്ട്, അത് നിങ്ങളോട് ഞാൻ വിട്ടുതരല്ല, എന്ത് പഠിപ്പിക്കണം ഇനി എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആഗ്രഹം ഇന്നത് പഠിക്കാനാണ്. പക്ഷേ അത് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. അതുകൊണ്ട് നീ എന്നെ സഹായിക്കേണ്ടി വരും. എൻ്റെ മകന്റെ കേസ് കാര്യത്തിന് എന്നെ സഹായിക്കേണ്ടി വരും. ആ കോഴ്സിനാണ് ഞാൻ അവനെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല സ്ഥലം, നല്ല സ്ഥാപനം ഏതാണെന്ന് നിനക്കറിയാമോ? അങ്ങനെ സാധ്യതകൾ നിങ്ങൾ പറയട്ടെ. നമുക്ക് വേണ്ടത് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണോ? ഞാനിതൊക്കെ നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു സാധ്യത ജനലും കൂടി തുറന്നിടണം. ഈ ഞാൻ പറഞ്ഞത് മാത്രം പോരാ, അവിടെ നിങ്ങൾ പറയട്ടെ, അതും അതിന്റെ അപ്പുറത്തേക്ക് പറയട്ടെ. ഓക്കെ, പറയൂ. ജൂലി പറയൂ. I want to give my son better. I want to give my son to better education opportunity. Okay. His future ideas become a doctor, but I have no money to teach. Okay. Very good, very good. Okay, okay, okay. Continuation ബാക്കി കാര്യങ്ങൾ പറയും. Okay. Yes. But we don't have any money to okay. get an admission for a doctor. Okay. MBBS. Okay. You know my all financial problems. Okay. I have no way to share my emotions to anyone. You are my only and friend.
to share my emotions. Please help for my child to study more. I'll be okay. Okay. ശരിയാണ്. Okay. ശരിയാണ്. Please give your idea or please give your advice. Okay. I wish to make him a doctor. Okay. Yes. Any good course. ഇനി ഏത് കോഴ്സ് നല്ലത് ഞാൻ ചേർക്കണം. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും പറയാനുള്ളത്? നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകള് SLC പരീക്ഷ പാസ്സായി ഫുൾ A+ വാങ്ങി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് വാട്ട് യു ക്യാൻ സേ, എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ സുഹൃത്തിനോട് പറയാനുള്ളത്? ഓക്കെ. ഇനി ഞാൻ അടുത്തൊരു സാധ്യത പറയും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കത്തിൽ പറയാമായിരുന്നു, എനിക്ക് സന്തോഷമാണ്, എൻ്റെ വീട്ടിലുള്ള അവൻ്റെ അച്ഛന് സന്തോഷമാണ്, സഹോദരന് സന്തോഷമാണ്, എൻ്റെ അമ്മൂമ്മ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവന് ഇന്ന എൻ്റെ അമ്മ റിസൾട്ട് അറിഞ്ഞ അന്ന് തന്നെ അവൻ്റെ അച്ഛൻ അവനൊരു സംഗതി വാങ്ങിച്ചു കൊടുത്തു, അത് ഇന്ന സംഗതിയായിരുന്നു. കണ്ടോ, നിങ്ങളുടെ ഭാവനകൾ ഉണരട്ടെ മക്കളെ. My family members are so happy to be my son got full A+ on 10th or SSLC. My husband give him a small gift for him. A smartphone. Her grandma was very happy to be hearing this news. Okay. My husband brought a new gold chain to him. Okay, very good. Yes, ഇരിക്കട്ടെ. Okay. നമുക്ക് ഇംഗ്ലീഷിൽ ഒരു വാചകം വേണ്ടത് അതാണ്. Okay, very good. I got no more for my son because I have no money. Yes. Okay. I want to give my son a surprise gift, but not idea. I have no money to give any gift for my son. Okay. നമുക്ക് വളരെ നാടകീയമാക്കത്. ഞാൻ ഒരു അത് ആ വാചകം കേട്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലോട്ട് വന്നൊരു സാധ്യത പറയാണ്. അവൻ എന്നോട് റിസൾട്ടെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ അവന് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾ പറയാം, ഞാൻ അവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. അത് വരട്ടെ, ഭാവനകൾ പോരട്ടെ. യെസ്, നെറ്റി എന്നുള്ളതിന് ഫോർഹെഡ്, ചേർത്ത് പിടിക്കാന്ന് എംബ്രേസ് എന്ന് പറയാം. ഓക്കെ. But he told okay. നിങ്ങളങ്ങനെ ചിന്തിക്കും, സാധ്യതകൾ ചിന്തിക്കും. ഒരുപാട് സാധ്യതകളല്ലേ കിടക്കണേ. എന്നാലും നിങ്ങളൊക്കെ കലാകാരന്മാരും കലാകാരികളും പറയാം, നമ്മൾ ഭാവനയിൽ ചിന്തിക്കും. ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ, നിങ്ങളുടെ ഭാവനയിൽ ചിന്തിച്ച്. I have no money, but he told no more gift for me because you are a great mom. Okay. And I give his on you have more support me. Okay. Your hug is so precious for me. Okay. Yes, His little sister also gave a gift for him. Okay. I gave him a gift on his forehead. Okay. ഞാൻ അപ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞാൻ കണ്ടു. അതങ്ങനെ I kissed his cheek and he cried and me too. Rihanna, I kissed on his forehead and he was surprised. That time he was very happy. Okay, Fatima. Okay. Ready. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം പറയാമായിരുന്നു. ഇവൻ പഠിക്കാൻ അത്ര ഇന്റലിജന്റ് ആയിരുന്നില്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷേ ഇവൻ ഫുൾ A+ കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പറയാലോ.
I don't believe that. I don't believe he got full A plus because he was an average boy. Okay. ശരി, റെഡിയാണ്. റിയാന ഓക്കെ. I am all shouted. Yes, I never expected such a result. Okay, very Vinitha. Yes. Okay, Vinitha, അത് correct ആണ്, നല്ലതാണ്. Correct ആണ്. His hard working and determination gave him a good result. Very good. അവന്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമാണ് അവന്റെ ഈ റിസൾട്ട് എത്തിച്ചു കൊടുത്തത്. വെരി ഗുഡ്. Okay. I don't expect him to be so successful. Okay, I wait her teachers also to attend. I wait. Okay, to attend the party. Okay, very good. Okay. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ വിഷയങ്ങളുള്ളതല്ല. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നല്ലൊരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കും. കാരണം എപ്പോഴും കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. പലപ്പോഴും അധ്യാപകർക്ക് അല്ലെങ്കിൽ അധ്യാപികമാർക്ക് തോന്നുന്നത് ഞാനെന്ത് ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ന് വിചാരിക്കും. അതല്ല, നമ്മൾ ഓരോ സമയവും നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പഠിപ്പിക്കുക. കാരണം നമുക്ക് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ചെറിയ കുട്ടികളെ, അവരെ നിങ്ങളുടെ ഓക്കെ അവരെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് സാന്ദ്ര ഒക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് വിവിധ ദീപ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് അവരാ ചെറുപ്പകാലത്ത് പഠിക്കുന്ന സംഗതി ഒരിക്കലും മരണം വരെ മറന്നു പോകില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏതെല്ലാം കോഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുറച്ചുകൂടി ഡീറ്റെയിൽ നിങ്ങൾ റോഡിലൂടെ നടന്നു വരികയാണ്. സമയത്ത് ഒരാള് റോഡിൽ വീട് കിടക്കുന്ന കണ്ടു. വാട്ട് യു വിൽ ഡു? നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യമായി ചിന്തിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കാം, വേണമെങ്കിൽ ചിന്തിക്കാം അയാൾ ഒരു പക്ഷേ പോണ വഴിക്ക് ഒരു പക്ഷേ ഷുഗർ കുറച്ചിട്ട് ഒരു പക്ഷെ തലകറിക്ക് വീടാണെങ്കിലോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒരുപാട് സാധ്യതകൾ വരെയാണ് നമുക്ക്. അതുപോലെ നിങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും എല്ലാരോടും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നേ നന്നായിരുന്നു. അതായത് നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഒരാറ് വഴിയിൽ വീട് കിടക്കുന്ന കണ്ട് നിങ്ങളൊന്ന് നോക്കി അങ്ങനെ പോയി. അയാൾ എന്തുകൊണ്ട് വീണു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഒരു ചിന്ത വന്നു. ഒരുപക്ഷെ അയാൾ മദ്യപിച്ചിട്ട് നടക്കാൻ പറ്റാണ്ട് റോഡിൽ വീട് കിടക്കുന്നതാണ് എന്നുള്ള ഐഡിയയിൽ നിങ്ങൾ പോയി. അയാൾ മദ്യപിക്കാത്തൊരു മനുഷ്യനായിരുന്നെങ്കിലോ? നിങ്ങൾ അങ്ങനെ ഒരു അയാൾ മദ്യപിച്ചിട്ടല്ല വീട് കിടക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ അദ്ദേഹത്തിന് ഷുഗർ ലെവൽ താഴ്ന്നു പോയപ്പോ തലകറങ്ങി വീണതാണെങ്കിലും, അല്ലെങ്കിൽ വേറെ ഒരാൾ വന്ന് ഒരു വണ്ടി കൊണ്ട് ചെറുതായിട്ടൊന്ന് കുട്ടി ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ബോധം പോയിട്ട് അയാൾ കിടക്കുന്നതാണെങ്കിലും, നമ്മളെപ്പോഴും ഒരുപാട് സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുക. BP ലെവൽ കുറഞ്ഞു പോയിട്ട് ഓക്കെ സാന്ദ്ര സംഭവിക്കുക. അപ്പൊ ദർ മേ ബി ലോട്ട് ഓഫ് ചാൻസസ്, ഒരുപാട് സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു കേട്ട് കാണും, എന്നാലും നിങ്ങൾക്ക് ഒരു കഥയല്ല, ഒരു കാര്യം പറയുകയാണ്. ഒരു കുട്ടിയുടെ കയ്യില് ഒരു 3 ആപ്പിൾ അവന്റെ പ്ലേറ്റിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. 3 ആപ്പിൾ. അപ്പൊ 3 ആപ്പിളില് ഒരെണ്ണം അവന്റെ കയ്യിലിരുന്ന് അവൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം 3 ആപ്പിൾ അവന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ആ 3 ആപ്പിൾ ഈ കുട്ടിക്ക് ഏതാണ്ട് ഒരു 2 വയസ്സുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് പുറത്തുനിന്ന് അവന്റെ അമ്മ കയറി വരികയാണ്. അപ്പൊ അമ്മ അവനോട് പറഞ്ഞു, മോളെ എനിക്കൊരെണ്ണം എന്താ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഈ കുട്ടി ആ കയ്യിലിരിക്കുന്ന ആപ്പിൾ താഴെ വെച്ചിട്ട് 3 ആപ്പിളുകളും ഓരോ ലക്ഷം കടിച്ചെടുത്തു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? ഞാൻ അൺമ്യൂട്ട് ചെയ്യാം.
ഇത് ഈ കുട്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വന്ന ആ ചിന്ത എന്താണ്? കുട്ടിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. യെസ്, കുട്ടിക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിച്ചു അല്ലേ? എപ്പോഴും നമ്മുടെ ചിന്തകള്, അതായത് ഒരു കുട്ടി ഒരു ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുന്നു. ആ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ 2 വയസ്സുള്ള കുട്ടി കയ്യിലൊരു ആപ്പിൾ ഉണ്ട്, പ്ലേറ്റിൽ 3 ആപ്പിൾ ഉണ്ട്. ആ 3 ആപ്പിള് ഫ്രണ്ടിൽ വെച്ചുകൊണ്ടാണ് കുട്ടിയുടെ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ പുറത്തുനിന്ന് വന്ന് അമ്മ പറഞ്ഞു, മോനെ അമ്മയ്ക്ക് ഒരെണ്ണം എന്താന്ന് പറഞ്ഞു. ഉടനെ തന്നെ കുട്ടി എന്ത് ചെയ്തു? ആ ഇരിക്കുന്ന 3 ആപ്പിൾ ഓരോ കടിയടിച്ചു. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോ ആദ്യത്തെ ഒരാൾ പറഞ്ഞു, ആ കുട്ടിക്ക് അമ്മയ്ക്ക് ആപ്പിൾ കൊടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് കുട്ടിയെല്ലാം കടിച്ചു വെച്ചു. പക്ഷെ കുട്ടി അത് കഴിച്ചതിന് ശേഷം പറഞ്ഞൊരു വാചകമുണ്ട്. ആ കുട്ടി പറഞ്ഞു, അമ്മേ ഇതിൻ്റെ അകത്ത് ഇതിനാണ് മധുരം കൂടുതൽ, ഇത് കഴിച്ചു എന്ന് പറഞ്ഞു. അതാണ് വേറിട്ട ചിന്ത. അപ്പൊ ആ കുട്ടി കടിച്ചത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നല്ലത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മുടെ ചിന്തകൾ ഒറ്റ ട്രാക്കിൽ പോകരുത്. അത് കോമൺ ആയിട്ടുള്ള ട്രാക്കാണ്. ആ ടീച്ചറിന്റെ അടുത്ത് പോയി പഠിച്ചാൽ സാധാരണ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മക്കളെ അയക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങളെ കുറിച്ച് വേണം. അപ്പൊ അങ്ങനെ പ്രഗത്ഭരായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് മാത്രം ഞാൻ ഇന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഏകദേശം സമയമായി. നിങ്ങളുടെ കോപ്പറേഷൻ മറ്റു കാര്യങ്ങൾ സഹകരണം ഇതെല്ലാം വളരെ ഗുഡാണ്. വളരെ ഇന്റലിജന്റായ കുട്ടികളാണ്, കാരണം റിയാക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു വിഷയം വേണ്ടി നമ്മുടെ സിമ്പിൾ Thank you, sir. Thank you very much. ഹലോ സർ, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ഹോംവർക്ക് ആയിട്ടൊക്കെ തരണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഹലോ സാർ, ഇന്നലെ ഹോളിഡേ ആയിരുന്നല്ലോ, അപ്പൊ ഇങ്ങനത്തെ ഹോളിഡേ ഒക്കെ ലീവ് ആയിരിക്കുമോ? ഇങ്ങനെയുള്ള ബാങ്ക് ലീവ് അങ്ങനത്തെ ഹോളിഡേ ലീവ് അല്ലായിരുന്നല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹോളിഡേസിലൊക്കെ ലീവ് ഉണ്ടാവും. ടീച്ചേഴ്സ് ഡേ ആയതല്ലേ ലീവ്, അല്ലാതെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ബട്ട് അല്ല, അപ്പൊ സ്കൂളൊക്കെ അവധി ഉണ്ടായിരുന്നില്ല, സ്കൂളൊക്കെ വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ, അതാ ചോദിക്കാൻ കാരണം. മറ്റു ടീച്ചേഴ്സ് അത് നിഷ ടീച്ചർ പറയും മറ്റു കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളും. സാറേ ഡൗട്ട് ഉണ്ട്. ഞാൻ ഈ 3 മൊഡ്യൂള് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട് പോസ്റ്റലായിട്ട്. സാറ് ഇന്നെടുത്ത് ക്ലാസ് എടുത്തത് ഇതിൽ ഏത് മൊഡ്യൂളിലാന്നൊന്ന് പറയാമോ? യൂണിറ്റ് 16 അതിൽ 3 മൊഡ്യൂളായിട്ടാണ് ബുക്സ് വന്നത്. ഏത് മൊഡ്യൂളാണ്? ഞാൻ കുറെ സമയം ചെക്ക് ചെയ്യുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല ഇതുവരെ. ഫസ്റ്റ് മോഡ്യൂളിലാണ്. മൊഡ്യൂൾ 2-ലാണ്. മൊഡ്യൂൾ 2-ലെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് ആണ്. So we will meet next week. Okay. Okay, sir. Okay, sir. Thank you. Thank you, sir. Thank you, sir. സർ, നാളെ ക്ലാസ് ഉണ്ടോ? No. ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ല, ഇൻട്രൊഡക്ഷൻ അല്ല, എന്താ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്. ഡൗട്ട് ക്ലിയറൻസ് ഇന്നലത്തെ ഇല്ലാതിരുന്ന ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് ഏതെങ്കിലും ക്ലാസ്സിൽ എടുക്കുന്നുണ്ടോ? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അതിന് പകരമായിട്ട് ഏതെങ്കിലും ക്ലാസ് വെക്കുന്നുണ്ടോ? ശനിയോ ഞായറാഴ്ചയോ ഏതെങ്കിലും ക്ലാസ് വെക്കുന്നുണ്ടോ? എടാ, ടെക്സ്റ്റ് എത്ര രൂപയായിരുന്നടാ? ആരെങ്കിലും ഒന്ന് പറയാവോ? 1150. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഏതാടാ? 3 മൊഡ്യൂൾ കൂടി ചേർത്തുള്ള ടെക്സ്റ്റ്? 3 മൊഡ്യൂളും കൂടെ ചേർത്ത്. സിലബസ് PDF ഡൗൺലോഡ് ചെയ്യാൻ പറയുന്ന ഗ്രൂപ്പിൽ, അതൊന്നൊരു ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മൊഡ്യൂളും എല്ലാം ഒന്ന് ആരെങ്കിലും ഗ്രൂപ്പിലേക്ക് ഒന്ന് പറയാമെങ്കിൽ നല്ലതായിരുന്നു. നോർമൽ പ്രിന്റ് വരുമ്പോ 1150, പിന്നെ പ്രീമിയം പ്രിന്റ് വരുന്നത് 1450 ആണ്.
പ്രീമിയം പ്രിന്റ് ആകുമ്പോൾ കുറച്ചുകൂടി ലെറ്റേഴ്സ് കുറച്ചുകൂടി വലുതായിരിക്കും. ഓക്കെ. ഹലോ, ഒരുപാട് ചെറുതാണോ അപ്പോ നല്ല ലെറ്റേഴ്സ്? ചെറുതല്ല, മീഡിയം കാണാനൊക്കെ പറ്റും. മറ്റേ പ്രീമിയം പ്രിന്റ് വരുമ്പോൾ ഇച്ചിരി കൂടെ നല്ല വലിയ ലെറ്റേഴ്സാ. ഓക്കെ. അപ്പൊ ഏതാ വാങ്ങിച്ചിരിക്കണേ? ഞാന് നോർമലാ വാങ്ങിച്ചത്, 1150. വായിക്കാൻ പറ്റുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല. ഓക്കെ. ഇത് നമ്മള് അവരോട് വിളിച്ചു പറഞ്ഞാൽ മതിയോ, അതോ നമ്മളെ വിളിച്ചു പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസ് അല്ല പോസ്റ്റൽ വഴി അയക്കും? ഒരു നമ്പർ ഉണ്ട്, അതില് വിളിച്ചാൽ മതി. ഞാൻ ആ നമ്പർ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ അവര് സ്കാൻ അത് ചെയ്ത് അയക്കാനായിട്ട് പറയും. അതല്ല, ഇതിപ്പോ ലാസ്റ്റ് നമ്പർ 62 വരുന്നതാണോ? നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ബിന്ദുജ, അതിൽ തന്നെ വാങ്ങിച്ചാൽ ഒരു മതിയോ? ബിന്ദുജ മാമാന്ന് തോന്നുന്നു. ബിന്ദുജ. യെസ്. അവര് അത് രജിസ്ട്രേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് പറഞ്ഞാൽ മതിയോ? അവരോട് പറഞ്ഞാൽ മതി. അവരെ വിളിച്ച് അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ. അപ്പൊ അവര് മെസ്സേജ് ഇടുമ്പോ പൈസ അയച്ചു കൊടുക്കാൻ പറയാം. അയച്ചിട്ട് ഒരു 7 വർക്കിംഗ് ഡേയ്സ് ആണ്, അതിനകം നമുക്ക് കിട്ടുമെന്നാ പറയുന്നത്. അപ്പൊ ഇത് തുടങ്ങിയിട്ട് ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യമേ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാടാ, ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. അല്ലാത്തവര് അല്ല, ഫോൺ നോക്കി. നമുക്ക് എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയേ പറ്റുള്ളൂ. കാരണം ഈ മൊഡ്യൂൾ അതെ, വൈസും പിന്നെ ഇത് ഫോണിൽ ആയത് കാരണം നമുക്ക് എപ്പോഴും ഫോണിൽ നോക്കിയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് നമുക്ക് എന്തായാലും ടെക്സ്റ്റ് വാങ്ങിച്ചേ പറ്റുള്ളൂ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുകയും ചെയ്യും. ഇത് വന്നിട്ട് ഫോണില് മൊഡ്യൂൾ 1 എടുത്ത് പാർട്ട് 1 എടുത്ത് 2 എടുത്ത് അങ്ങനെയൊക്കെ പോണ്ടേ. വലിയ അത് ഏതിലാന്ന് ബുദ്ധിമുട്ടാ. പോലും ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതാണ്. എന്തായാലും ടെക്സ്റ്റ് 1150 മതിയടാ, കാണാനൊക്കെ പറ്റും, കുഴപ്പമില്ല. ഓക്കെ.